കഥ നിറമാറ്റം. എഴുതിയത് KP അജിതൻ. ശബ്ദം ജയശ്രീ രാജേഷ്. ഗൾഫിൽ നിന്നും അയാൾ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ മകൻ പറയാറുണ്ട്, ഹായ് അച്ഛൻ എന്ത് മണാ. അവൻ മാത്രമല്ല അവൻ്റെ അമ്മയും പറയും, അത്തറ് പൂശിയില്ലേലും ഇങ്ങക്ക് നല്ല മണ. അയാൾ തിരിച്ചു പോകുന്നതുവരെ പിന്നെ വീട്ടിൽ ആഘോഷമാണ്. അച്ഛൻ പോയാൽ അവന് സങ്കടമാണ്. അയാൾ അഴിച്ചു വെച്ച ഷർട്ട് മണത്തുകൊണ്ട് മകൻ പറയും, അമ്മേ ദേ നോക്കൂ അച്ഛൻ്റെ മണം. ആകാശത്തൂടല്ലേ അച്ഛൻ പോയേ? എനിക്ക് അച്ഛനെ ആകാശത്തോളം ഇഷ്ടാ. ഇനി എപ്പോഴാണ് അമ്മേ അച്ഛൻ വരിക? അച്ഛനെ ഓർത്ത് ചിലപ്പോഴെല്ലാം അവൻ വിതുമ്പും. വർഷങ്ങൾ കടന്നുപോയി. മകൻ ഹൈസ്കൂൾ ക്ലാസ്സിലെത്തി. അതിനിടയിൽ അയാൾ പല പ്രാവശ്യം ഗൾഫിൽ നിന്നും അവധിക്ക് നാട്ടിൽ വന്നും പോയുമിരുന്നു. നിലവിലുള്ള വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊട്ടാര സമാനമായ ഒരു കോൺക്രീറ്റ് വീട് അയാൾ പണി കഴിപ്പിച്ചു. അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാൻ 2 മാസം കഴിഞ്ഞു വരേണ്ട അയാൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തനിയെ ചെറിയൊരു സൂട്ട്കേസും കയ്യിൽ പിടിച്ച് പടി കയറി വരുന്നത് കണ്ടപ്പോൾ ഭാര്യയും മകനും അത്ഭുതപ്പെട്ടു. നിങ്ങൾ ടാക്സിയിലല്ലേ വന്നത്? ഭാര്യ ചോദിച്ചു. അല്ല, ഭാഗ്യത്തിന് എയർപോർട്ടിൽ നിന്നും നേരിട്ട് ബസ് കിട്ടി, അയാൾ പറഞ്ഞു. പഴയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അയാൾ ഭാര്യയോട് കാര്യം തുറന്നു പറഞ്ഞു. എൻ്റെ ജോലി പോയി, ഇനി ഞാൻ എങ്ങും പോകുന്നില്ല, നിന്റെ കൂടെ തന്നെയുണ്ടാകും. അത് കേൾക്കുമ്പോൾ അവൾ സന്തോഷിക്കുമെന്നാണ് അയാൾ കരുതിയത്. അവൾ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് എഴുന്നേറ്റ് പോയപ്പോൾ അയാൾ നിരാശനായി. പണി തീരാത്ത വീട് ഒരു ഭീകര സത്വം പോലെ തന്നെ തുറിച്ചു നോക്കുന്നതായി അയാൾക്ക് തോന്നി. അന്ന് രാത്രി അവളെ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ അയാളെ തട്ടി മാറ്റി അവൾ പറഞ്ഞു, മാറിക്കിടക്ക് മനുഷ്യ, ഇങ്ങക്ക് വല്ലാത്ത നാറ്റം.